ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിലുള്ള അച്ഛൻ നമുക്ക് അച്ഛൻ്റെ പറമ്പിൽ ഓർഗാനിക്കായിട്ട് നട്ട് നനച്ച് വളർത്തിയ നല്ല ഏത്തവാഴയുടെ വാഴക്കൂമ്പ് അല്ലെങ്കിൽ ചുണ്ട് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ വാഴച്ചുണ്ടെന്നാണ് ഇതിനെ പറയുന്നത്. പലയിടത്തും വാഴക്കൂമ്പെന്നും കുടപ്പനെന്നും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഉച്ചക്കത്തേന് വാഴച്ചുണ്ട് തോരൻ വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ അതിൻ്റെ ആ തൊലിയും പൂവിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പം എനിക്ക് ചെറുപ്പത്തിൽ ഈ ചുണ്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനായിട്ട്. ചോറിനൊക്കെ കറിയായിട്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കിനും അമ്മ പറയും നല്ല ഗുണമുള്ള സാധനമാണ്, കഴിക്കണം, നമുക്ക് ആരോഗ്യത്തിനും വയറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളുണ്ടോ, നമുക്ക് രുചിയല്ലേ മെയിൻ. അപ്പം ആ ഒരു ഇതുകൊണ്ട് പണ്ട് തൊട്ടേ ഈ സംഭവം കിട്ടുമ്പോഴും മാറ്റി മാറ്റി വെക്കുമായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെ ചിന്ത വന്ന് തുടങ്ങിയപ്പോഴത്തേക്കിനും ആണ് ഇതിൻ്റെ ഗുണം മനസ്സിലായത്. നല്ലപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനമാണ്, വയറിനൊക്കെ നല്ല സുഖം കിട്ടുന്ന അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ളൊരു ഭക്ഷണമാണെന്ന് അറിഞ്ഞു. അപ്പം അന്നേരം ഇപ്പം നമ്മൾ ആ ടേസ്റ്റിനെ ഒന്ന് മാറ്റി നിർത്തിയേച്ച് ഗുണം കൊണ്ട് അത് കഴിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വാഴച്ചുണ്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കുന്നു. ഈ കൊത്തി അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിന് നല്ലപോലെ കറയുണ്ട്. കറയുള്ളത് കൊണ്ട് തന്നെ അത് ഈ നമ്മുടെ ഈ ചക്കയുടെ അരക്കൊക്കെ പോലെ തന്നെ ഇങ്ങനെ ഈ വലിഞ്ഞ് അത് നമ്മൾ അരിയുമ്പോഴത്തേന് നൂല് പോലെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാലും അതൊരു ചിലർക്കത് ഒരു നമ്മുടെ ഈ തൊണ്ടയിൽ ഇങ്ങനെ വലിയുന്ന പോലെ നാക്കയിൽ വലിയുന്ന പോലെയൊക്കെ തോന്നും. അപ്പം എനിക്കൊരാൾ പറഞ്ഞു തന്ന ട്രിക്കാണ്. ഇതിൻ്റെ ഈ കൊത്തി അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നല്ലപോലെ എന്തെങ്കിലും എണ്ണ, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുക. അപ്പോൾ ആ തിരുമ്മി എടുക്കുമ്പോഴത്തേക്കിനും ചക്ക അരക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് ഇത് ചെയ്യുന്ന പോലെ തന്നെ അതേ ഒരു ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ കാറ ഒന്ന് ഒതുങ്ങിക്കിട്ടും ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോഴത്തേക്കിനും. എന്നിട്ട് നമ്മൾ അതിനെ കറി വെക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പരിപ്പാണ് ഇടുന്നത്. അപ്പോൾ പരിപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇനി അടുത്ത നമ്മൾ ഇതിനുള്ള അരപ്പ് എടുക്കുകയാണ്. അപ്പം ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കുവാണ്. ഒത്തിരി അരഞ്ഞ് കിട്ടണ്ട, ഒന്ന് ചതച്ച് എല്ലാം കൂടെ ചതഞ്ഞ് മിക്സായി കിട്ടണം. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് പാൻ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ആദ്യമേ ഇടുന്നത്. അരപ്പിട്ടിട്ട് അതിനെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനുമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ചിലർ അരപ്പും ചുണ്ടും അരിഞ്ഞതും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ആ പച്ചമണം, അരപ്പിൻ്റെ പച്ചമണം ഒന്നിച്ചിരി ഒന്ന് മാറണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനതൊന്ന് വഴറ്റിയിട്ടാണ് ഈ അരിഞ്ഞു വെച്ച ചുണ്ടും കൂടെ അതിനകത്തേക്ക് ഇടുന്നത്. അത് രണ്ടും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കിനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇടുവാണ്. ഒരു കാര്യം ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കും. ഞാൻ ഇടയ്ക്ക് ചേർത്തു, പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിനെ മൂടി എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അത് നമ്മൾ മൂടി അടച്ചു വെക്കുവാണ്. അടച്ചു വെച്ച് അതിൻ്റെ ആവി വെള്ളത്തിൽ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വെന്ത് വരണം ഈ ചുണ്ട്. ബാക്കി പരിപ്പൊക്കെ വെന്ത് ഇരിക്കുന്നതായതുകൊണ്ട് സാരമില്ല, നമുക്ക് ബാക്കി ആ ചുണ്ടൊന്നും വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടൊരു 15 മിനിറ്റോളം നമ്മളിത് അടച്ചു വെച്ചൊന്ന് വേവിക്കുവാണ്. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം.
അത് കഴിഞ്ഞിട്ട് പിന്നെയും അടച്ചു വെക്കണം. അങ്ങനെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് നമ്മളതിനെ വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്, പരിപ്പിട്ട ചുണ്ട് തോരൻ. അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചുണ്ട് തന്നെ കറി വെക്കുന്നതിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പം ഓക്കെ.